അങ്ങട്ടെ അമ്പലത്തിൽ പാട്ടല്ലടിയെ കേക്കണത്, നേരം വെള്ളുത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്ക് പെണ്ണാളെ, നേരം വെള്ളുത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്ക് പെണ്ണാളെ. ഇതൊരു എന്താ പറയാ, നമുക്ക് ഇങ്ങനെ ഈ ഒരു പ്രകൃതിയും അതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ ചെടികളും പൂക്കളും വൃക്ഷങ്ങളും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നിപ്പോൾ അന്യമായി കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തൊരു സന്തോഷം, ഒരു കുളിർമയും തോന്നാണ്. ഈ കർഷകനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓർക്കാനുണ്ട്, എൻ്റെ അച്ഛനൊക്കെ എന്താ പറയുക, പുഴയിൽ പോയി കുളിക്കുമ്പോൾ ഒരു പ്രത്യേക താളാണ്. ഈ നമ്മൾ ഈ ടവലെടുത്തിട്ട് ഇതുകൊണ്ട് സോപ്പ് ഉണ്ടാവില്ല. എൻ്റെ അച്ഛൻ മണമുള്ള സോപ്പ് ഇട്ട് കുളിച്ചിട്ടില്ല. അച്ഛൻ ഈ ബാറ സോപ്പ്, അതായത് 501 ബാറ സോപ്പ് എന്ന് പറഞ്ഞ സോപ്പുണ്ട്. ഈ സോപ്പ് എടുത്തിട്ട് മൊത്തം ശരീരത്തിൽ തേക്കണം. ഈ നമ്മുടെ ഈ ഇത് തോർത്തിൽ തേച്ചിട്ടാൽ ശരിക്കും പറഞ്ഞ ഒരു എന്താ ഡാൻസ് ട്രൂപ്പ് പോണ മാതിരി അച്ഛൻ്റെ കുളി. നമ്മളിത് കണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കും. എൻ്റെ അച്ഛൻ്റെ കൈക്ക് നല്ല തൈമ്പാ. ആ തൈമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് എനിക്ക് തോന്നണേ ഈ തോർത്ത് പിഴിയുമ്പോൾ ഇങ്ങോട്ട് പിഴിഞ്ഞിട്ട് അതിൽ നിന്ന് വെള്ളം പോണ പോക്കുണ്ട്. മുഖം അങ്ങോട്ട് മൊത്തം കുലുങ്ങി, നമ്മുടെ അവിടെ കുലുങ്ങിയിട്ട് ഒരു കുടച്ചില പട്ടേ, ഒരു കുടച്ചിലും ഒരു ഒറ്റ തൊടയും. അതൊക്കെ കാണുമ്പോൾ അന്നത്തെ കുളിയും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര. എന്നിട്ട് ലാസ്റ്റ് അതിൽ നിന്ന് ഒരു വെള്ളം എടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രാർത്ഥനയും കാണുമ്പോൾ അതൊക്കെ ആ അന്ധകാലത്തിലേ പോച്ചെന്ന് പറഞ്ഞ മാതിരിയാണ്. പക്ഷെ എന്നാലും നമുക്കിപ്പോഴും അതൊക്കെ ഒരു കാണുമ്പോൾ ഒരു സുഖമാണ്. അപ്പം ഇങ്ങനെയുള്ള മണ്ണുകളൊക്കെ നമ്മളൊക്കെ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. എന്തായാലും മണ്ണിനോട് ചേർന്ന് അഭിനയിച്ചൊരു പടമാണ് കരിമാടിക്കുട്ടൻ. കരിമാടിക്കുട്ടനിൽ അതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ രാവിലെ ചെന്ന ചെളി ചാട ഓട, ഒരൊറ്റ ഷോട്ടിൽ 10-25 പഴം തിന്ന. അതിൻ്റെ ഒരു പ്രത്യേക ചിരിയുണ്ട്. ആ ചിരി ആ പരിസരത്ത് ഷൂട്ടിങ് നടക്കുന്ന സ്ഥലത്ത് ഒരു അച്ചാമ്മ എന്ന് പറഞ്ഞ ചേച്ചിണ്ടായിരുന്നു. പാവണ്ട, അതൊരു എന്താ പറയുക, ഒരു അയ്യോ പാവം. അത് രാവിലെ വരും, മണിയൻ ചേട്ടാ, എൻ്റെ മണിയൻ ചേട്ടാ, ഞാൻ എത്ര പ്രാവശ്യം ഇവിടെ കാത്തിരുന്നെന്ന് അറിയാമോ, മണിയൻ ചേട്ടൻ എന്നെ മൈൻഡ് ചെയ്യത്തില്ലേ. ഞാൻ പറഞ്ഞു, അച്ചാമ്മ എന്താ അങ്ങനെ പറയണേ? ഇവിടെ എല്ലാവർക്കും ഉണ്ട്, എനിക്കില്ല. എന്ത്? മൊബൈൽ ഫോൺ. ഞാൻ വിചാരിച്ചു ദൈവമേ എന്താ പറയാൻ പോണേ. മണിയൻ ചേട്ടൻ എനിക്കൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരണം. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് അച്ചാമ്മ ഒരു ചിരിയുണ്ട്, മണിയൻ ചേട്ടൻ എനിക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരണം. ഈ ചിരിയാണ് കരിമാടിക്കുട്ടനിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്. ആ അച്ചാമ്മയുടെ ചിരി തന്നെ. വിനയൻ സാറ് പറഞ്ഞ, എടാ ആ ചിരി ഒന്ന് നോക്കിക്കോടാ കൂട്ടാ, അത് നല്ലതാ, കണ്ടുപിടിച്ചേ കേട്ടോ, നമുക്കത് വേണമെങ്കിൽ നമുക്ക് സിനിമയിലേക്ക് എടുക്കാം. അങ്ങനെയാണ് ആ ചിരി കരിമാടിക്കുട്ടൻ കാണിച്ചത്. ആ കരിമാടിക്കുട്ടനിൽ ഒരു സീൻ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു പട്ടീനെ മദ്രാസിൽ നിന്ന് കൊണ്ടുവന്നൊക്കെ അഭിനയിപ്പിക്കാൻ. പട്ടി തമിഴൻ, ഞാൻ മലയാളി. ഓടാ പിടാന്ന് പറഞ്ഞു. ഇത് പിടിച്ച് നിർത്തേണ്ട ആരെങ്കിലും. എൻ്റെ പൊന്ന് ദൈവമേ, എൻ്റെ വെളിച്ചെണ്ണ വേറെ പിണ്ണാക്ക് വേറെ വഴിക്ക്. അന്ന് പോയിട്ട് മരത്തിൽ ഒരൊറ്റ ഷോട്ടില് നിങ്ങൾ കാണണം, ഞാൻ പറയുന്നത്, പട്ടീനെ ഓടിച്ചിട്ട് ഒരു ഷോട്ടിലെ ഞാൻ കയറണേ. അങ്ങനെ ആ സീനില് അതിൻ്റെ മുകളിലൊരു കയറ്റം കയറിയിട്ട് അന്ന് കുറച്ചും കൂടി തടി, നമ്മളിപ്പോൾ തടിയൊക്കെ കുറച്ച് ഭയങ്കര നടത്തം കാര്യങ്ങളൊക്കെ ആയിട്ട് തടിയും മണ്ണൊക്കെ കുറച്ചുകൊണ്ടിരിക്കാം. കാരണം ഓരോ പടത്തിൽ ഒരു ഫൈറ്റ് സീൻ വരുമ്പോൾ നമുക്കൊന്നും ചില സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു ഒരു രംഗം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ തടി കുറച്ചു. പക്ഷെ അതിൽ തന്നെ ആ പട്ടി പിന്നെ ഓടിച്ചിട്ട് ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ആ പട്ടി ഓടിക്കുന്നുണ്ട്. അതിന് പറഞ്ഞാൽ മനസ്സിലാവണില്ല പട്ടിയുടെ അടുത്ത്. ഇതെന്നെ ഓടിച്ച് എനിക്ക് നിൽക്കാൻ പറ്റണില്ല. ഞാനൊരു മരച്ചില്ലയിൽ അടിച്ച് താഴെ വീണു. അവിടെ നിന്ന് എണീറ്റ് ഒരു കിണറുണ്ട്. അപ്പൊ വിനയൻ സാറ് എല്ലാവരും ഇതൊക്കെ നോക്കിക്കാ, യൂണിറ്റിലെല്ലാവരും നോക്കിക്കാ, പട്ടീനെ പിടിച്ചെടുക്കാൻ പറ്റുമോ, ചങ്കലിലൊന്നുമില്ല. ഇത് പോയിട്ട് എന്നെ ഓടിച്ചിട്ട് ഞാൻ പിന്നെ വീഴണത് ഒരു വലിയൊരു കിണറിനകത്തേക്കാ. ആ കിണറിനുള്ളിലേക്ക് എടുത്ത് ചാടി കഴിഞ്ഞ് എന്നെ എന്തോ കാലിൽ കടിച്ചു. കിണറ്റിലെ പാമ്പായതുകൊണ്ട് കടിച്ചാലും വിഷം ഏൽക്കില്ല. പിന്നെ നമ്മള് അതിനേക്കാൾ വലിയ പാമ്പ് ഞാനായതുകൊണ്ട് പിന്നെ വിഷം ഏറ്റില്ല കേട്ടോ, ഒന്നും ഏൽക്കൂല. അതിനൊരു പാമ്പിന്റെ കടി കിട്ടി എന്നുള്ളതാണ്. പക്ഷെ ആ രംഗവും ഭയങ്കര ഒരു പ്രത്യേക രംഗം തന്നെയാണ്. ഒറ്റ ഷോട്ടിൽ തന്നെയാണ് ആ കിണറ്റിലേക്ക് ചാടുന്നത്.